നമുക്കിന്ന് നല്ല എരിവും പുളിയായിട്ട് ഉണക്കയിൽ തേങ്ങ അരച്ച് വെച്ചത് ഉണ്ടാക്കിയാൽ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി കഷ്ണമാക്കിയത്, പച്ചമുളക് ഒന്ന് ചതച്ചതാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ശകല മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ. അത് നന്നായിട്ട് വെന്തതിന് ശേഷം വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. അപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്ത് ഒന്നൊരു തിള വരട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറവിടണം. അതിനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് അത് നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ഉണക്കയില കൂട്ടൻ റെഡിയാണ്.